ഇത് കണ്ടോ, ഇന്ന് കുറച്ച് റംബുട്ടാനൊക്കെ പറിച്ച് ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാമ്പഴവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ റംബുട്ടാനും മാമ്പഴവും കൊണ്ട് നമുക്കൊരു കാളൻ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിത് ഉപ്പിലിട്ട് കഴിച്ചു, അല്ലാതെ മുളകൊക്കെ പുരട്ടി കഴിച്ചു. പക്ഷേ ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് സൂപ്പർ ടേസ്റ്റാണ്. റംബുട്ടാൻ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അയലോക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം മേടിച്ചുണ്ടാക്കി നോക്കും. അടിപൊളി ഒരു കറിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇല്ലേ, നമുക്ക് ഈ റംബുട്ടാനൊക്കെ ഇന്ന് കുരു കളഞ്ഞ് ഈ തൊണ്ട് കളഞ്ഞ് ഇങ്ങനെ എടുക്കണേ. ഇത് മൊത്തം ഒന്നും വേണ്ട കേട്ടോ, പിള്ളേർക്ക് ഇച്ചിരി കഴിക്കാനും കൊടുക്കാം. നമ്മൾ മാമ്പഴവും അരിഞ്ഞു വെച്ചു, റംബുട്ടാനും അരിഞ്ഞു വെച്ചു. ഇപ്പോഴത്തെ റംബുട്ടാനൊക്കെ ഭയങ്കര മധുരം കേട്ടോ, നല്ല മുഴുത്തവും. അപ്പം നമുക്ക് ഒരു ചട്ടിയിലോട്ട്, ഞാൻ ഇന്ന് കൽച്ചട്ടി എടുത്തേക്കുന്നത് കേട്ടോ, കാളനൊക്കെ കൽച്ചട്ടി നല്ലതാണ്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ടു. മാമ്പഴവും ഇട്ടു, റംബുട്ടാനും ഇട്ടു. 1/2 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. പാകത്തിന് ഉപ്പിട്ടു. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. അടച്ചു വെച്ച് ഇത് നന്നായിട്ടങ്ങ് വെന്തോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഈ സാധനങ്ങളൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. തേങ്ങ, 1 മുറി തേങ്ങയും 2 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് ചെറുജീരകം, 2-3 നമ്മുടെ ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തൈരൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഒരു സവോളയാണ്, കുറച്ച് കറിവേപ്പില, ഇത് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളി, വറ്റൽമുളക്. പിന്നെ ഇതെല്ലാം ഒന്ന് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് തൈര് ഉടച്ചെടുത്തോണ്ട് വരും. നമ്മുടെ മാമ്പഴവും റംബുട്ടാനും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തോട്ടെ. ഇപ്പം മാമ്പഴം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. റംബുട്ടാൻ തന്നെയായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ റംബുട്ടാനും മാമ്പഴവും ഒക്കെ ഒന്ന് വെന്തോട്ടെ. ഇനി വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഈ മാമ്പഴം ഇല്ലയെന്നോർത്ത് ഉണ്ടാക്കാതിരിക്കണ്ട. റംബുട്ടാൻ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കിക്കോ. മാമ്പഴം കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഓരോ രീതിയിലാണ് ഓരോ നാട്ടിൽ കാളൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പ് വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ കുറച്ച് എടുക്കാവുള്ളേ. ഉലുവ ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നപ്പം ചെറിയുള്ളി, അതുപോലെ തന്നെ ഇതാ വെളുത്തുള്ളി, ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. 2 വറ്റൽമുളക്, അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേ. നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നപ്പം ഇതങ്ങ് കോരി മാറ്റി വയ്ക്കണേ. സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ്. അതും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക്. ഇത് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാനൊരു 2-3 മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. സവോളയും നമ്മുടെ പച്ചമുളകും നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ എടുത്ത് മാറ്റി വെക്കുവാണേ. കോരി മാറ്റി വെക്കാം. ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ അരച്ചു കൊണ്ടുവന്ന നമ്മുടെ തേങ്ങയില്ലേ, അതൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇതും കൂടെ കഴിഞ്ഞാലില്ലേ, നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേഗം പരിപാടി തീരും. പിന്നെ ഇത് നമ്മുടെ ഈ കൽച്ചട്ടി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വൈക്കത്ത്, സന്തോഷേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ സമയത്ത് വൈക്കത്ത് ഉത്സവമായിരുന്നു. അപ്പോൾ ആ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ച കൽച്ചട്ടിയാണ് കേട്ടോ.
വൈക്കത്തമ്പലത്തിലെ ഉത്സവത്തിന്. തേങ്ങയുടെ മിക്സും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ജലാംശമൊക്കെ പറ്റും. നിങ്ങൾ എന്തായാലും ഒന്ന് തുറന്നു നോക്കണ്ടേ? ഓ, വെന്തിട്ടുണ്ട്. റംബുട്ടാൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റുകയും ചെയ്തു. ഇനി നമുക്ക് എന്നാ ചെയ്യുന്ന വെച്ചാൽ, ഇതാ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു. ആദ്യം തന്നെ വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അരച്ച് ചൂടാക്കി വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തൈര് ചേർത്ത് കൊടുക്കണേ. ഇനിയും കുറച്ച് വെള്ളം കൂടെ വേണം. നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളമില്ലേ, ഇനി ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. ഉപ്പും പുളി, കുറച്ച് ഉപ്പും കൂടെ വേണം. ഒരു നുള്ള തൈരും കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ലേശം തൈരും കൂടെ ഉടച്ചൊഴിച്ചാൽ നല്ലതായിരിക്കുമേ. എനിക്ക് ആ ഒരു കുറച്ചും കൂടെ പുളി ആവാൻ തോന്നുന്നു. അപ്പം നമുക്ക് ഈ തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടങ്ങനെ നിൽക്കും കേട്ടോ. ഇത് ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനാണ് അടിപൊളി കേട്ടോ. കൽച്ചട്ടിയും കൂടെ ആയതുകൊണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇടുന്നത് എന്നാണെന്നറിയോ? ഇതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വറവില്ലേ, ഇനിയും മൂടി അങ്ങ് വെച്ചേക്കുക. 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് അവിടെ മൂടിയിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മാമ്പഴവും റംബുട്ടാനും കൂടെയുള്ള കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ റംബുട്ടാൻ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അയിലൊക്കത്ത് നിന്നാണെങ്കിലും 2 പറിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഇതാ നോക്കിയേ, കണ്ടോ, ഇങ്ങനെ ഒന്ന് കൂട്ടാനുള്ള ഒരു ടേസ്റ്റ് ശരിക്കും കൂട്ടിക്കൊണ്ടിരിക്കാൻ തോന്നും. പുളി കുറവുള്ള തൈരാണ് നല്ലത്. എന്നാൽ കറിക്ക് പാകത്തിന് പുളി വേണം താനും കേട്ടോ. അപ്പോൾ ഈ റംബുട്ടാൻ്റെയും മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു ചെറുമധുരവും നമ്മുടെ മുളകിൻ്റെ ഒരു ചെറിയ എരിവും ആ ഒരു പുളി എല്ലാം കൂടെ വരുമ്പോൾ ഇല്ലേ, ഭയങ്കര രസം, നാവിന് ഭയങ്കര രസമുള്ള ഒരു രുചിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.